ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുള്ളത് കൂരിയാട് അണ്ടർപാസ് ആ ഭാഗത്താട്ടോ. അപ്പോൾ മലപ്പുറം വേങ്ങര ഭാഗത്തേക്ക് പോകുന്ന ആ ജംഗ്ഷനാണത്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേ പാലച്ചറമാട് വരെയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് വേങ്ങര മലപ്പുറം ഭാഗത്തേക്ക് പോകുന്ന റോഡ്. ഇവിടെ ഒരു അണ്ടർപാസ്സാണ് വന്നത്. അണ്ടർപാസ് കുറച്ച് താഴെട്ടോ വന്നത്, ഈ ജംഗ്ഷന് കണക്കായിട്ടല്ല വന്നത്. അപ്പം ഈ കൂരിയാട് അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്കുകൾ ഇവിടെ കഴിയാനുണ്ട്. അതേമാതിരി കൂരിയാട് ആ പാടമുണ്ടല്ലോ, ആ പാടത്തെ വർക്കും കുറച്ച് തീരാനുണ്ട്. ഇവിടെയാണ് കുറച്ച് ഡിലേ വന്നത് വർക്ക്. പനമ്പുഴ പാലം, ഈ പാലത്തിൻ്റെ വർക്ക് കഴിഞ്ഞതാണ്. നിലവിലുള്ള പാലം അവിടെ തന്നെ ഉണ്ട്. അത് തീരുമാനമൊന്നും ആയിട്ടില്ല. ഇനി അത് ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണോ, ഇനി അത് ചെയ്യുകയാണോ എന്നറിയില്ല കേട്ടോ. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മൾ കക്കാട് ഭാഗത്തേക്കാണ് പോകുന്നത്. ഇവിടുന്ന് അങ്ങോട്ടേ മേലച്ചന വരെ റോഡ് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 6 വരി പാത വാഹനങ്ങൾക്കായിട്ട് തുറന്ന് കൊടുത്തിട്ടുണ്ട്. കൂരിയാട് കക്കാട് ഈ ഭാഗങ്ങൾ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് റോഡ് പോകുന്നത്. കക്കാട് ഒരു ഓവർപാസ്സാണ് വന്നത്. സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കാലുകളൊക്കെ അവിടെ ഉയർന്ന് കാണുന്നുണ്ട്. 2 ഭാഗവും 6 വരി പാത വാഹനങ്ങൾക്കായി തുറന്നു കൊടുത്തു. അതിൻ്റെ മണ്ണെടുത്ത് താഴ്ത്തിയ ഭാഗങ്ങളൊക്കെ സോയിൽ നെയിലിംഗ് ചെയ്ത് സിമൻറ്റ് സ്പ്രേ ചെയ്തിട്ട് ബലപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് കക്കാട് അണ്ടർപാസ്, ഓവർപാസ്. ഈ ഓവർപാസുകളൊക്കെ നല്ല വീതിയിലാണ് കേട്ടോ കൊടുത്തത്. ഇപ്പോൾ ഇവിടെ ഈ ഓവർപാസിൻ്റെ മുകളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടില്ല കേട്ടോ. പോലീസ് വന്ന് എല്ലാവർക്കും എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ഓവർപാസിൻ്റെ മുകളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നവർ സൂക്ഷിക്കുക. അവിടെ നോ പാർക്കിംഗ് ഏരിയയാണ്. അപ്പോൾ ഈ കരിമ്പിൽ ഭാഗങ്ങളിലൊക്കെ ഇവിടെയൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് പോകുന്നത്. മണ്ണല്ല, ശരിക്കും ഒരു വെട്ടുപാറായിരുന്നു. അതൊക്കെ തടഞ്ഞെടുത്ത് താഴ്ത്തിയിട്ടാണ് പോകുന്നത്. 2 ഭാഗത്തും സർവീസ് റോഡുണ്ട്. സർവീസ് റോഡ് ഇപ്പോൾ ഓപ്പണാണ്. 6 വരി പാതയും ഈ ഭാഗത്ത് ഓപ്പൺ ചെയ്താണ്. ഇവിടെയൊക്കെ ഇനി അതിൻ്റെ പെയിൻറ്റിങ്ങും കാര്യങ്ങളും ലൈനും കാര്യങ്ങളൊക്കെയാണ് വരാനുള്ളത്. ഇവിടെ ഈ ക്രാഷ് ബാരിയറിൻ്റെ മുകളിലൊക്കെ അതിൻ്റെ ലൈനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആ വലിയ തൂണിൽ ഒരു സോളാറിൻ്റെ ഇത് കണ്ടില്ലേ, അതൊരു ക്യാമറയാണ്. ശരിക്കും ട്രാഫിക് ക്യാമറ അല്ല, അത് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ റോഡ് നിരീക്ഷണത്തിനുള്ള ഒരു ക്യാമറയാണ്. ഇപ്പോൾ വെന്നിയൂർ ഭാഗത്തേക്കാണ് പോകുന്നത്. പല ആൾക്കാരും സംശയങ്ങൾ ചോദിക്കാറുണ്ട്. ഈ 6 വരി പാതയിൽ കൂടി ബൈക്കിന് പ്രവേശനമുണ്ടോ, ഓട്ടോറിക്ഷയ്ക്ക് പ്രവേശനമുണ്ടോ എന്നുള്ളത് കേട്ടോ. അപ്പോൾ ബൈക്കിനും ഓട്ടോറിക്ഷയ്ക്കൊക്കെ ഈ 6 വരി പാതയിൽ കൂടി പ്രവേശനം ഉണ്ടാവും. ഇനി അതിലൊരു ആശങ്ക ആർക്കും വേണ്ട. ശരിക്കും അത് പ്രവേശനമില്ലാത്ത റോഡ് എക്സ്പ്രസ് ഹൈവേകളാണ്. ഈ റോഡ് എക്സ്പ്രസ് ഹൈവേ അല്ല കേട്ടോ. എക്സ്പ്രസ് ഹൈവേ എന്ന് പറഞ്ഞത് ഇപ്പോൾ നമ്മുടെ കേരളത്തിലില്ല. ഇപ്പം നിലവിലിപ്പം അടുത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് മൈസൂർ ബാംഗ്ലൂർ റോഡാണ്. അതാണ് എക്സ്പ്രസ് ഹൈവേ. അത് കഴിഞ്ഞാൽ പിന്നെ ഹൈദരാബാദ് പോകണം, അവിടെയൊക്കെ ഉണ്ട് എക്സ്പ്രസ് ഹൈവേ. അതേമാതിരി പൂന, ബോംബെ അവിടെയുണ്ട് എക്സ്പ്രസ് ഹൈവേകളൊക്കെ. ഡൽഹി ഭാഗങ്ങളിലൊക്കെ ഉണ്ട്. അവിടെ ഒന്നും ബൈക്ക് കയറാൻ പറ്റില്ല, ഓട്ടോറിക്ഷയും കയറാൻ പറ്റില്ല. ഈ റോഡിൽ ബൈക്ക് പ്രവേശനമുണ്ട്. അപ്പോൾ വെന്നിയൂർ ഭാഗങ്ങളിൽ ഇവിടെയും വർക്കൊക്കെ അടിപൊളിയാട്ടോ. ഇവിടെയൊക്കെ കാണാൻ തന്നെ നല്ല മനോഹരമുണ്ട്. 2 ഭാഗത്ത് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കാലുകൾ, സൂചനാ ബോർഡുകൾ വരെ
അവിടെ അതിൻ്റെ കാലുകൾ വരെ അവിടെ ഉയർന്ന് കാണുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ ഇവരെ KNRC കമ്പനിയുടെ വലിയൊരു യാർഡാണ്. കോൺക്രീറ്റ് മിക്സിങ് ചെയ്യുന്ന ഒരു യാർഡാണ്. വെന്നിയൂർ ടൗണൊക്കെ ഇപ്പം കാണാനില്ല. വെന്നിയൂരിൽ വലിയ നഷ്ടം വന്ന ഒരു പ്രദേശമാണ് ഈ റെയിൽവേ വികസനത്തിൽ. റോഡിൻ്റെ ഇരുവശത്തുള്ള ബിൽഡിങ്ങുകളൊക്കെ പൊളിച്ചു പോയിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ബിൽഡിങ്ങുകൾ നഷ്ടപ്പെട്ടു പോയ സ്ഥലം വെന്നിയൂരാട്ടോ. ആ ടൗണ് അവിടെ അങ്ങനെ ഒരു വലിയൊരു ടൗൺ ഉണ്ടായിരുന്നു, ആ ടൗൺ തന്നെ ഇല്ലാതായി. അപ്പോൾ വെന്നിയൂർ ഭാഗമാണെന്നുള്ളത് നമുക്കിത് മനസ്സിലാവുന്നില്ല. വെന്നിയൂർ എത്തിയോ ഇല്ലേ എന്നുള്ളതൊന്നും നമുക്ക് പെട്ടെന്ന് പറയാൻ കഴിയുന്നില്ല. അപ്പോൾ NH66 ദേശീയപാതയുടെ വർക്ക് കാസർഗോഡ് മുതൽ നമ്മളെ തിരുവനന്തപുരം വരെയുള്ള, കാസർഗോഡ് ബോർഡർ തലപ്പാടി മുതൽ, കർണാടക ബോർഡർ തലപ്പാടി മുതലാണ് ഈ റോഡിൻ്റെ ആരംഭം. പല റീച്ചുകളായിട്ട് 21 റീച്ചുകളായിട്ട് തിരിച്ചിട്ടാണ് ഇതിൻ്റെ വർക്ക് നടക്കുന്നത്. ഫസ്റ്റ് റീച്ച് ഏറ്റെടുത്ത് നടന്നത് ഊരാളിങ്കൽ കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. അതായത് കേരളത്തിലുള്ള ഒരു കോൺട്രാക്റ്റിംഗ് കമ്പനിയാണ്, സൊസൈറ്റിയാണ്. അതാണ് ഫസ്റ്റ് റീച്ച്. മഞ്ചേശ്വരം ആ ഭാഗങ്ങളൊക്കെ ഏറ്റെടുത്ത് നടക്കുന്നത്. അവിടെ വേഗതയിൽ വർക്ക് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അടുത്ത കാലത്തൊന്നും അങ്ങോട്ട് പോകാത്തത് കൊണ്ട് അവർക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. കോഴിക്കോട് റീച്ചിൻ്റെ ബൈപ്പാസിൻ്റെ ഈ ഭാഗം എടുക്കുന്നത് KMC എന്ന കമ്പനിയാണ്. വളരെ വേഗതയിൽ, ഏറ്റവും കൂടുതൽ വേഗതയിൽ വർക്ക് നടന്നൊരു ഭാഗം എന്ന് പറയുന്നത് KMC ചെയ്ത കോഴിക്കോട് ഭാഗമാണ് നമ്മൾ പോകുന്നതിൽ കാണാനുള്ളത് കേട്ടോ. കാരണം അവിടെ 2-3 സ്ഥലത്തും മാത്രം, അതായത് അറപ്പുഴ, അതേമാതിരി മാമ്പുഴ, ഈ ഭാഗങ്ങളിലാണ് വർക്ക് നടക്കാനുള്ളത്. അപ്പോൾ മുന്നിയൂർ കഴിഞ്ഞു കേട്ടോ. മുന്നിയൂർ കഴിഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് മേലച്ചന ഭാഗത്തേക്ക് കേട്ടോ. അപ്പോൾ ഈ ഡിവൈഡറിൻ്റെ ഈ സൈഡിൽ ഒരു സൈഡിലുണ്ടല്ലോ യെല്ലോ പെയിൻറ്റ്, ബ്ലാക്കും യെല്ലോ പെയിൻ്റ് അടിച്ചല്ലോ, അത് മെർജിൻ പോയിന്റുകളാണ്. അതിനൊരു സൂചിപ്പിക്കുന്ന അതാണ്. അവ 2 ഭാഗത്തും മെർജിൻ പോയിന്റുകളുണ്ട്. അതാണ് ആ പെയിൻ്റ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. മെർജിൻ പോയിന്റുകൾ എല്ലാ സ്ഥലത്തും ഉണ്ടാവില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 4-5 കിലോമീറ്ററൊക്കെ ഗ്യാപ്പിലാണ് ഈ ഹൈവേന്ന് കയറാനും ഇറങ്ങാനുള്ള സൗകര്യമുള്ളത്. പിന്നെ നമ്മൾ യൂട്ടേൺ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ മേൽപ്പാലങ്ങൾ, അണ്ടർപാസ്, ഓവർപാസുകളൊക്കെ നമ്മൾ ആശ്രയിക്കേണ്ടി വരും. മേലച്ചന ഭാഗത്ത് ഒരു ഓവർപാസാണ് വന്നത്. അവിടുന്ന് അങ്ങോട്ടേ റോഡ് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ഇപ്പം ഇവിടെ മേലച്ചന ഈ ഭാഗം വരെയാണ് ഇപ്പം റോഡ് ഓപ്പൺ ചെയ്ത് കൊടുത്തത്. ഇവിടുന്ന് അങ്ങോട്ട് സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ പോകുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് പാലച്ചിറമാട് വരെയുള്ള ഭാഗങ്ങൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ലാസ്റ്റ് ഫിനിഷിങ് ഘട്ടങ്ങളിലൊക്കെ എത്തിയിട്ടുണ്ട്. മേലച്ചന ഓവർപാസ്, അവിടെ ഒരു വലിയ വാട്ടർ ടാങ്ക് ഉണ്ട്. അതാണ് ഇപ്പോൾ അതിൻ്റെ ലാൻഡ് മാർക്കിൻ്റെ ഒരു നമുക്ക് മനസ്സിലാകാൻ പറ്റിയൊരു കാര്യമുള്ളത്. ഒരു സൈഡിൽ ടാറിംഗ് പ്രവൃത്തി കഴിഞ്ഞിട്ടുണ്ട്. ഓ, കണ്ട പേടിയാവട്ടോ, അതിനു മാത്രം താഴ്ന്നിട്ടാണ് ഈ ഭാഗത്ത് റോഡ് പോയത്. എന്തോരാണ് താഴ്ച ഇവിടെ. ഇതൊരു വിസ്മയ കാഴ്ച തന്നെ കേട്ടോ. ഈ റോഡ് കടന്നു പോയ ഉയർന്ന സ്ഥലമാണല്ലോ ഈ ഭാഗം. സംഗതി ഇപ്പം താഴെ കൂടെ പോകുന്ന പെട്ടതന്നെ കേട്ടോ. ആ ലോറിയും ആ പൊടിയൊക്കെ കണ്ടോ. ഓ, തീരുമാനമായി. മുട്ടിന് പൊടിയുണ്ട് ഈ ഭാഗത്ത്. സംഗതി സർവീസ് റോഡിൽ കൂടി കയറി പോന്നാൽ മതി. നമ്മൾ പുതിയ ഹൈവേ കാണുമെന്ന് കരുതി താഴെ കൂടെ പോകുന്നത്. അടുത്ത വണ്ടി വരുന്നുണ്ട്. അയ്യോ,
ഏതായാലും കുറച്ചൊക്കെ റിസ്ക് എടുക്കണമല്ലോ. ഈ ഭാഗങ്ങൾ കാണിക്കണം എന്നുണ്ടെങ്കിലേ ഇവിടെ താഴ്ന്നിട്ട് ഇവിടെയൊക്കെ വെള്ളം കണ്ടു. ഇവിടെ ഒരു കരിമ്പാറയായിട്ടാണ് കാണുന്നത്. ആ കരിമ്പാറിൻ്റെ ആ ഭാഗത്തൊക്കെ വെള്ളം നിൽക്കുന്നുണ്ട്. ഇപ്പോൾ കിണറിനെക്കാട്ടിൽ ആഴത്തിലാണ് ഈ ഭാഗത്തൊക്കെ പോയത്. പാലച്ചിറമ്മാട് വരെയാണ് പോകുന്നത്. പാലച്ചിറമ്മാട് എത്തുന്നതിന് മുന്നേ ഒരു ഓവർപാസ് ഉണ്ട്. ആ സ്ഥലത്തിൻ്റെ പേര് കറക്റ്റ് അറിയില്ല കേട്ടോ. അതാരെങ്കിലും പറയുകയാണെങ്കിൽ കമൻറ്റിൽ ഒന്ന് പറഞ്ഞു തരണേ. ഇവിടെയൊക്കെ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. സർവീസ് റോഡിൽ കൂടിയാണ് ഈ ഭാഗത്തൊക്കെ വാഹനം പോകുന്നത്. കോട്ടക്കൽ ബൈപ്പാസ് തുടങ്ങുന്നത് ഈ പാലച്ചിറമ്മാട് ഈ ഭാഗത്തു നിന്നാണ്. ചെനക്കൽ വരെയാണ് കോട്ടക്കൽ ബൈപ്പാസ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളത് കാണിച്ചതാണ്. ലെഫ്റ്റ് സൈഡിലെ നമ്മുടെ MSPൻ്റെ ഒരു പോലീസ് ക്യാമ്പൊക്കെ ഉണ്ട് അവിടെ. ആ ഭാഗത്താണ് ഇപ്പോൾ ആ ഓവർപാസ് വന്നത്. ഈ ഓവർപാസ് അണ്ടർപാസ് ആശ്രയിക്കുന്നുണ്ട്. ആളുകൾക്ക് വിലങ്ങ് മുറിഞ്ഞ് അപ്പുറം കിടക്കണം എന്നുണ്ടെങ്കിൽ, മറുവശം കിടക്കണം എന്നുണ്ടെങ്കിൽ ഒരു മാർഗവുമില്ല കേട്ടോ. ഈ ഭാഗത്തൊക്കെ റോഡ് ക്രോസ് ചെയ്യുക എന്ന് പറഞ്ഞൊരു സംഭവം നടക്കൂല. ഇവിടെയൊക്കെ നല്ല താഴ്ചയിലാട്ടോ റോഡ് പോയത്. അതൊക്കെ ഇനി സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കാലുകളൊക്കെ ഈ ഭാഗത്ത് വരാനുണ്ട്. ചില്ലറ വർക്കും കൂടി ഇവിടെയൊക്കെ ബാക്കിയുണ്ട്. 2025 മാർച്ചിൽ ആകുമ്പോഴത്തേന് ഈ വർക്കൊക്കെ കഴിയും. മെയിൽ ഓപ്പൺ ചെയ്ത് കൊടുക്കുമെന്നാണ് ഇവർ പറഞ്ഞത്. ഏകദേശം ഈ കുറച്ച് ഭാഗങ്ങൾ ഇനി വർക്ക് ബാക്കിയുള്ളൂ. അതൊക്കെ ഇവർക്ക് തീർക്കാൻ മാത്രമുള്ള കാര്യങ്ങളുള്ളൂ. കാരണം KNRC ഹൈദരാബാദ് വ്യവസായ ഈ കമ്പനിക്ക് അതിനുള്ള മാൻ പവർ എക്യുപ്മെൻറ്റ് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, പാലച്ചിറമ്മാട് ഇവിടെ വെച്ചിട്ട് വീഡിയോ അവസാനം. ഇവിടുന്ന് അങ്ങോട്ട് കോട്ടക്കൽ ബൈപ്പാസാണ്. അതൊരു എഞ്ചിനീയറിംഗ് വിസ്മയം തന്നെയാണ് അങ്ങോട്ടുള്ളത്. ആ പാലച്ചിറമ്മാട് ആ വലിയ വടവും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടാണ് ആ വയലറ്റ് പാലം എന്നത്. പ്രിയ സുഹൃത്തുക്കളെ, വീഡിയോ ഇവിടെ അവസാനിക്കാനും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേമാതിരി ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്ന കേട്ടോ. ബൈ.